പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ പ്രഹ്ലാദ ചരിതമെന്ന 23-ാമത്തെ ദശകത്തിലെ 4-ാമത്തെ ശ്ലോകമാണ് നാം ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷകർ, ശ്ലോകം ശ്രദ്ധിക്കുക. ഇവിടെ ശിഖരിണി വൃത്തത്തിലാണ് ഇവിടെ ഈ ശ്ലോകം രചിക്കപ്പെട്ടിട്ടുള്ളത്. തദോസ്യ പ്രഹ്ലാദ സമജനി സുതോ ഗർഭവസതൗ മുനിർവീണാപാണേഃ അധിഗത ഭവദ്ഭക്തിമഹിമാ സ വൈ ജാത്യാ ദൈത്യഃ ശിശുരപി സമേത്യ ത്വയി രതിം ഗതസ്ത്വദ്ഭക്താനാം വരദ പരമോദാഹരണതാം. ഇനി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. തതഃ അസ്യ പ്രഹ്ലാദഃ സമജനി സുതഃ ഗർഭവസതൗ മുനേഃ വീണാപാണേഃ അധിഗത ഭവദ്ഭക്തിമഹിമാ സ വൈ ജാത്യാ ദൈത്യഃ ശിശുഃ അപി സമേത്യ ത്വയി രതിം ഗതഃ ത്വദ്ഭക്താനാം വരദ പരമോദാഹരണതാം. ഇനി ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. തതഃ അസ്യ ഗർഭവസതൗ വീണാപാണേഃ മുനേഃ അധിഗത ഭവദ്ഭക്തിമഹിമാ പ്രഹ്ലാദഃ സുതഃ സമജനി സ വൈ ജാത്യാ ദൈത്യഃ ശിശുഃ അപി ത്വയി രതിം സമേത്യ ഭോ വരദ ത്വദ്ഭക്താനാം പരമോദാഹരണതാം ഗതഃ. ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. അല്ലയോ ഇഷ്ടവരദപ്രദായക മഹാവിഷ്ണു, ആ ഹിരണ്യകശുവിനി ഗർഭത്തിലിരിക്കുമ്പോൾ വീണാധാരിയായ നാരദ മഹർഷിയിൽ നിന്നും പ്രഹ്ലാദനെന്ന ഭഗവത് ഭക്തി മാഹാത്മ്യം ഗ്രഹിച്ച പുത്രൻ ഭൂജാതനായി. ജന്മം കൊണ്ട് അസുരനായ ആ ബാലനാകട്ടെ അങ്ങയിലുണ്ടായ അചഞ്ചലമായ ഭക്തിയോടെ ഭഗവത് ഭക്തന്മാർക്ക് ഏറ്റവും മികച്ച ഉദാഹരണമെന്ന ഒരവസ്ഥയെ പ്രാപിക്കുകയും ചെയ്തു എന്ന് സാരം. നമസ്തേ.